നോക്കിക്കേ, കഴിഞ്ഞ വർഷങ്ങളിൽ കേരള PSCയിൽ ചോദിച്ച ചോദ്യമാണിത്. ഒരാൾ 15 മണിക്കൂർ ട്രാവൽ ചെയ്തു. അതിൽ ഫസ്റ്റ് ഹാഫ് 21 km/hലും സെക്കൻഡ് ഹാഫ് 24 km/hലുമാണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാണ് അല്ലേ. അതിൽ ടൈം നമുക്കറിയാം തന്നിട്ടുണ്ട് 15 hours. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്പീഡാണ്. അപ്പോൾ നമുക്ക് 2 സ്പീഡ് തന്നിട്ടുണ്ട്, 21 km/hഉം 24 km/h. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാം. ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? 2 × xy / x + y എന്നുള്ളതാണ് ഇക്വേഷൻ. ഇവിടെ നമുക്ക് x = 21 km/hഉം y = 24 km/hആയിട്ട് എടുക്കാം. അത് നമ്മൾ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെ വരും? 2 × 21 × 24 / 21 + 24. അപ്പോൾ ഇതെന്ത് വരും? ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1008 / 45 എന്ന് വരും. അത് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 22.4 എന്ന് കിട്ടും. ഇനി നമുക്കതിനെ ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു സ്പീഡ് 22.4 ഇൻറ്റു ടൈം നമുക്കറിയാം, ക്വസ്റ്റിനിൽ തന്നെ തന്നിട്ടുണ്ട് 15 hours. ഇത് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ വി വിൽ ഗെറ്റ് 336. സോ ഓപ്ഷൻ എ 336 km ആണ് ആൻസർ വരുന്നത്.